السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. أعوذ بالله من همزات الشياطين وأعوذ بالله أن يحضرون. الحمد لله ملء السماوات وملء الأرض وملء ما شاء من شيء بعد. الحمد لله لما هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم وبارك على حبيبك وصفيك وخير خلقك وأفضل رسلك محمد صلى الله عليه وسلم وعلى آله وصحبه صلاة وسلاما دائمين متلازمين إلى أبد الآبدين ودهر الداهرين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإذا نفخ في الصور فلا أنساب بينهم يومئذ ولا يتساءلون. فإذا نفخ في الصور فلا أنساب بينهم يومئذ ولا يتساءلون. فمن ثقلت موازينه فأولئك هم المفلحون. ومن خفت موازينه فأولئك الذين خسروا أنفسهم في جهنم خالدون. تلفح وجوههم النار وهم فيها كالحون. ألم تكن آياتي تتلى عليكم فكنتم بها تكذبون. قالوا ربنا غلبت علينا شقوتنا وكنا قوما ضالين. ربنا أخرجنا منها فإن عدنا فإنا ظالمون. قال اخسئوا فيها ولا تكلمون. إنه كان فريق من عبادي يقولون ربنا آمنا فاغفر لنا وارحمنا وأنت خير الراحمين. فاتخذتموهم سخريا حتى أنسوكم ذكري وكنتم منهم تضحكون. صدق الله العلي العظيم. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. आह क्या आए रियाज़े दहर में हम क्या गए,
आह क्या आए रियाज़े दहर में हम क्या गए, जिंदगी की शाख में फूटे खिले मुरझा गए। और दम ले लो ऐ खनी छाओं से उठने वाले, हम भी चलते हैं जरा खुश्क पसीना हो जाए। ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, സാധുമാരെ, സയ്യിദന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ നിയ്യത്തുകളിലെ അപാകതകൾ അല്ലാഹു പരിഹരിക്കുകയും നമ്മുടെ അമലുകളിലെ പര്യാപ്തതകൾ അല്ലാഹു നികത്തി തരികയും അല്ലാഹു നമുക്ക് പുറത്തു തരികയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. ദീനിന്റെ ആലിമീങ്ങളും ഖാദിമീങ്ങളും ആയ എല്ലാ ആളുകൾക്കും അല്ലാഹു ഇക്കാലത്തും നിഅമത്തും റഹ്മത്തും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ ഖബറാളികൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ സൂറത്തുൽ മുഅ്മിനൂനിന്റെ അവസാന ഭാഗത്തേക്ക് എത്തി നിൽക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബർസഖ് ലോകത്തെ സംബന്ധിച്ച് പരിചയപ്പെടുത്തി ആഖിറത്തിന്റെ ഘട്ടങ്ങളെ വിവരിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ സത്യവിശ്വാസികൾക്ക് അവൻ സ്വർഗം നൽകുന്നതും അതേസമയം അവിശ്വാസികൾക്ക് അല്ലാഹുവിന്റെ ശിക്ഷ നൽകപ്പെടുന്നതും വളരെ കാരണസഹിതം അല്ലാഹു വിവരിക്കുന്ന സൂറയുടെ അവസാന ഭാഗത്തേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരിടം അല്ലാഹു നമുക്കൊക്കെ നൽകുമാറാകട്ടെ. നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. അല്ലാഹു നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും ഖബൂൽ ചെയ്യുമാറാകട്ടെ. മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് ആലമു ഷഹാദയിൽ കാണാത്ത പലതും, ദുനിയാവിൽ കണ്ടിട്ടില്ലാത്ത പലതും കാണാനുള്ള അവസരം നൽകപ്പെടുന്നു എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ആയത്തിൽ നിന്ന് മനസ്സിലാക്കിയത്. മരണത്തെ കാണുമ്പോഴേക്കും ഒരു മനുഷ്യന് ബോധം വരുമെന്നാണ്, ഞാൻ മരിക്കുകയാണ്, ഇനി ഇവിടുന്ന് രക്ഷയില്ല എന്ന്. അങ്ങനെ ഒരു തിരിച്ചറിവ് മരണം വരെ ഒരാൾക്ക് ലഭിക്കുന്നില്ല. അള്ളാഹുവിന്റെ സത്യവിശ്വാസികളും സ്വാലിഹീങ്ങളുമായ ആളുകൾക്കൊഴികെ ആ ഒരു തിരിച്ചറിവ് അള്ളാഹു മനുഷ്യന് നൽകുകയാണ്. അതുമാത്രമോ, മുഅ്മിനീങ്ങളായ ആളുകൾ മരിക്കുന്ന നേരം സ്വർഗം കണ്ടുകൊണ്ട് മരിക്കുന്നു എന്നാണ് ഹദീസിൽ. മഹാന്മാരായ സ്വാലിഹീങ്ങളൊക്കെ പറയുന്നത് മുഅ്മിനീങ്ങൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ മുഖം കണ്ടുകൊണ്ട് മരിക്കുന്നു എന്നാണ്. ആ ഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ നൽകുമാറാകട്ടെ. നേരെ മറിച്ച് അവിശ്വാസിയായി പാപിയായി ജീവിച്ച ഒരു മനുഷ്യൻ മരണം ആസന്നമാകുമ്പോൾ എന്നെ തിരിച്ചയക്കണേ എന്ന് അല്ലാഹുവിനോട് കെഞ്ചി പറയുന്നതും, ഇനി ഞാനെങ്ങാനും ബാക്കിയായാൽ ശേഷിക്കുന്ന ജീവിതകാലം അത്രയും നന്മ മാത്രമേ പടച്ചവനെ ഞാൻ ചെയ്യൂ എന്നവൻ അള്ളാഹുവിനോട് വാക്ക് കൊടുക്കുകയും ചെയ്യുമ്പോഴും കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, മനുഷ്യൻ ഇത് വെറുതെ പറയുന്ന വാക്കുകളാണ്, അതൊന്നും അവൻ പാലിക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് തന്നെ നിനക്ക് സമയം നീട്ടപ്പെടുന്നതും അല്ല. ഇത് സമയം നീട്ടപ്പെടുന്നില്ല എന്നത് മുഅ്മിനീങ്ങൾക്കോ അവിശ്വാസികൾക്കോ എന്ന പ്രത്യേകതയില്ല. എല്ലാവർക്കും ഒരേപോലെ അള്ളാഹു നിശ്ചയിച്ച അജലെത്തിക്കഴിഞ്ഞാൽ മാറ്റം വരുത്തപ്പെടുന്നില്ല. നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന മുഅ്മിനിന് ഒരുപക്ഷെ ഒരവസരം കൂടെ നൽകപ്പെട്ടാൽ ഇതിലേറെ നന്മകൾ ഞാൻ ചെയ്യുമെന്ന് പറയാനുണ്ട്. തിന്മ ചെയ്യുന്ന ആളിന് പടച്ചവനെ ഇനി ഒരു അവസരം നൽകപ്പെട്ടാൽ ഞാനിനി തിന്മ ചെയ്യില്ല എന്ന് അല്ലാഹുവിനോട് പറയാനുണ്ട്. പക്ഷേ ലാ യുസ്തഖദമൂന വലാ യുസ്തഖറൂൻ, അവരെ മുന്തിക്കപ്പെടുകയോ പിന്തിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. they are on time, സമയം നിശ്ചയിക്കപ്പെട്ട കൃത്യമായ സമയത്ത് തന്നെ അല്ലാഹു മനുഷ്യന്റെ മരണം എന്ന ആ യഖീൻ, യാഥാർത്ഥ്യം അല്ലാഹു നടപ്പാക്കുകയാണ്. ومن ورائهم برزخ الى يوم يبعثون, ഖിയാമത്ത് നാൾ വരെ അവർക്ക് പിന്നിൽ ബർസഖാൻ, ഖബറിന്റെ ലോകത്തെ ബർസഖ് എന്ന് അല്ലാഹു പറഞ്ഞു. ഖിയാമത്ത് നാൾ വരെ അവർ ഖബറിൽ കിടക്കേണ്ടവരാണ്.
فإذا نفخ في الصور فلا أنساب بينهم يومئذ ولا يتساءلون. അല്ലാഹുവിന്റെ ബർസഖ് ലോകത്തേക്ക് മനുഷ്യന് നിയമിക്കപ്പെടുന്ന മലക്കുകളെ മനുഷ്യൻ കണ്ണുകൊണ്ട് കാണുകയാണ്. മരിക്കുന്നതോടുകൂടെ മലക്കുകളെ മനുഷ്യൻ കാണുന്നുണ്ട്. സ്വർഗം അവൻ കാണുന്നുണ്ട്. നരകത്തേക്കാണ് അവൻ പോകുന്നതെന്ന് അള്ളാഹു നരകത്തിന്റെ ചിത്രം അവനെ കാണിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടാണല്ലോ മരണം സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് മഹാന്മാരായ മുഫസ്സിരീങ്ങളൊക്കെ പറയുന്നത് മരണം എന്നത് യഖീനിന്റെ ലോകമാണ്. മരണത്തെ അല്ലാഹു വിളിക്കുന്നതും യഖീൻ എന്നാണ്. യഖീൻ എന്ന് പറഞ്ഞാൽ സെർട്ടനിറ്റി, ഉറപ്പ് എന്നാണ്. കാരണം അതുവരെ സംശയിച്ചിരുന്ന പലതും യഖീനായിട്ട് ബോധ്യപ്പെടുകയാണ്. മലക്കുകൾ ഉണ്ടോ എന്ന അവരുടെ എക്സിസ്റ്റൻസ് പോലും ചോദ്യം ചെയ്യുന്ന ആളുകൾ മലക്കിനെ കാണാൻ പോവുകയാണ്. ഖബർ എന്നത് ഒരു 6 അടി മണ്ണെന്ന ഒരു ഇടുങ്ങിയ ഒരു ചെറിയ ഒരു ഇടമാണെങ്കിൽ പോലും കണ്ണെത്താ ദൂരത്തോളം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ദുന്യാവിൽ നിന്നൊരു നോട്ടം നോക്കിയാൽ കണ്ണിന് എത്തിപ്പെടാൻ കഴിയാത്ത ദൂരത്തോളം മദ്ദുൽ ബസർ എന്നാണ് ഇതിനെ ഹദീസിൽ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുവരെ ഖബർ വിശാലമാക്കപ്പെടും. എങ്ങനെ? നമ്മുടെ പള്ളിക്കാടിന്റെ ഉള്ളിൽ ആയിരക്കണക്കിന് ആളുകൾ കിടക്കുമ്പോൾ ഇതൊക്കെ നടക്കുമോ? നടക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത് മുഅ്മിൻ അനുഭവിക്കുകയാണ്. മലക്കിനെ കാണുന്നു, മലക്കിന്റെ ശബ്ദം കേൾക്കുന്നു, മലക്കിനോട് സംവദിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബർസഖ് മനുഷ്യന് യഖീനിന്റെ ലോകത്തേക്കുള്ള തുടക്കമായി കവാടമായി വെച്ചിരിക്കുകയാണ്. അവിടെ കിടക്കുന്ന മുഴുവൻ ആളുകളും ഖിയാമത്ത് നാൾ വരെ ഫഇദാ നുഫിഖ ഫിസ്സൂർ, സൂർ എന്ന കാഹളത്തിൽ മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂർ എന്ന കാഹളം വാദിഉൻ, ബഹുമാനപ്പെട്ടവർ ചുണ്ടിനോട് ചേർത്ത് വെച്ച് പിടിച്ചിരിക്കുകയാണ് സൂർ എന്ന കാഹളം എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, വമസ്സൂർ യാ റസൂലല്ലാഹ്, ഹബീബായ നബിയെ എന്താണ് ഈ സൂർ എന്ന് പറയുന്നത്? ഖാല ഖർനുൻ, അത് ഒരു കൊമ്പാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു പക്ഷേ അതിന്റെ ആകൃതി എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തതാകാം. പക്ഷേ ഇങ്ങനത്തെ കൊമ്പ്, അല്ലാഹുവിന്റെ മലക്കുകളിൽ ശ്രേഷ്ഠനായ മലക്കാണ് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം. ആ വാക്കിക്കാണ് ഇംഗ്ലീഷിൽ റാഫേൽ എന്ന് പറയുന്നത്. ഇസ്രാഫീൽ എന്ന വാക്കിൽ നിന്ന് വന്നതാണ് റാഫേൽ. മീഖായിൽ നിന്നാണല്ലോ മൈക്കിൾ എന്ന് പറയുന്നത്. ക്രിസ്ത്യാനികളിൽ നിന്ന് ജൂതന്മാരിൽ അവരൊക്കെ മൊഴിമാറ്റം ഭാഷാന്തരം ചെയ്തപ്പോ ഈ വാക്കുകളുടെ ആംഗലേയ ലാറ്റിൻ രൂപങ്ങളാണതൊക്കെ. ഇസ്രാഫീൽ അലൈഹിസ്സലാം, ആ അള്ളാഹുവിന്റെ മലക്കിന്റെ ഡ്യൂട്ടി ഇത് മാത്രമാണ്. ആ മലക്കിനെ സൃഷ്ടിച്ചയിടം മുതൽ ഈ പ്രപഞ്ചത്തിന്റെ അന്ത്യം അല്ലാഹു എന്ന് കുറിക്കുന്നുവോ ആ സമയം വരെ സൂറെന്ന കാഹളം പിടിച്ചിരിക്കാനാണ് ബഹുമാനപ്പെട്ടവർ അല്ലാഹു നിയോഗിച്ചിട്ടുള്ളത്. അല്ലാഹുവിന്റെ ഓർഡർ വരുമ്പോ അതിൽ ഊതുന്നു. ഒന്നാമത്തെ ഊത്തിലൂടെയാണ് ഈ പ്രപഞ്ചം നശിക്കുന്നത്, എല്ലാം കെട്ടടങ്ങുന്നത്. അത് കഴിഞ്ഞ് ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ഒരു ഊത്ത്. അതിലോട് കൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നശ്ർ എന്ന് പറയുന്ന മനുഷ്യരെ അല്ലാഹു പുനർജന്മം നൽകുന്ന നുശൂർ അല്ലാഹു നൽകുന്നത് അപ്പോഴാണ്. അങ്ങനെ 2 ഊത്തുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രാഫീൽ അലൈഹിസ്സലാമിലൂടെ നിർവഹിക്കാൻ പോകുന്നത്. ഫഇദാ നുഫിഖ ഫിസ്സൂർ, സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ ഫലാ അൻസാബ ബൈനഹും, മനുഷ്യർ തമ്മിൽ കുടുംബ ബന്ധമേ കാണുകയില്ല. ആരാരും തമ്മിൽ കുടുംബ ബന്ധം. നുഫിഖ ഫിസ്സൂർ, സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ ഫലാ അൻസാബ ബൈനഹും, അവർ തമ്മിലെ കുടുംബ ബന്ധങ്ങൾ പോലും അവർ പരിഗണിക്കുന്നതല്ല. കുടുംബ ബന്ധമില്ലാത്ത പോലെ ഈ ഉയർത്തെഴുന്നേൽപ്പ് ഭൂമിയുടെ പ്രപഞ്ചത്തിന്റെ നാശത്തിനു ശേഷം രണ്ടാമത് അല്ലാഹു ഊതാൻ പറയുന്ന ഊത്താണിത്. യൗമഇദിൻ വലാ യതസാഅലൂൻ, അവരങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കണില്ല ജ്യേഷ്ഠൻ എവിടെ, ഉമ്മ എവിടെ, വാപ്പ എവിടെ എന്ന് മക്കള് ചോദിക്കുന്നില്ല. മക്കളെ കുറിച്ച് വാപ്പയും ചോദിക്കുന്നില്ല. ഫമൻ സഖുലത് മവാസീനു, അവിടെ ഓരോരുത്തരുടെയും ചിന്ത ഇത് മാത്രമാണ്. ആരുടെ തുലാസിന്റെ തട്ടുകളാണോ നന്മകളെ കൊണ്ട് കനം തൂങ്ങുന്നത്, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവര് മാത്രമാണ് അന്ന് വിജയിക്കുന്നത്.
വമൻ ഖഫ്ഫത് മവാസീനു, ആരുടെ തുലാസിന്റെ തട്ടുകളാണോ നന്മകൾ കൊണ്ട് കനം കുറഞ്ഞു പോകുന്നത്, ഫഉലൈകല്ലദീന ഖസിറൂ അൻഫുസഹും, അവരവരുടെ ശരീരങ്ങളെ നശിപ്പിച്ചവരാണ്. ഫീ ജഹന്നമ ഖാലിദൂൻ, അല്ലാഹുവിന്റെ നരകത്തിൽ എന്നേക്കുമായി വസിക്കുന്നവരാണ്. തൽഫഹു വജൂഹഹുമുൻ നാർ, അല്ലാഹുവിന്റെ തീ അവരുടെ മുഖത്തേക്ക് പടർന്നു പിടിക്കും. വഹും ഫീഹാ കാലിഹൂൻ, അവരതിൽ കത്തിക്കരിയുന്നവരാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അആദനല്ലാഹു വഇയ്യാകും, അആദനാ വഅആദൽ മുഅ്മിനീന ജമീഅ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. കാലിഹൂൻ എന്ന വാക്ക് ഈ ആടുകളെ ചുട്ടെടുക്കുമ്പോൾ ആടിന്റെ ചുണ്ടിന്റെ ഭാഗമൊക്കെ കത്തിക്കരിഞ്ഞ് അതിന്റെ പല്ല് വെളിവായി കാണുന്ന ആ ചുട്ടെടുത്ത ഒരാടിന്റെ മുഖത്തിന്റെ രൂപത്തിനാണ് അറബിയിൽ കാലിഹ് എന്ന് പറയാ. ആ ചിത്രം തീയങ്ങ് വന്നിട്ട് പല്ല് മാത്രം തെളിഞ്ഞു കാണുന്നു, ബാക്കിയെല്ലാം കരിഞ്ഞു പോയിട്ടുണ്ട്. അത് സംഭവിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. വളരെ ഗുരുതരമായ ഒരു യാഥാർത്ഥ്യം അള്ളാഹു ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊരുപാട് സൂറകളിൽ അള്ളാഹു പറയുന്നുണ്ട്. നന്മയും തിന്മയും ഇത് മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കുന്നത്. അതിന് മാത്രമേ അള്ളാഹു തആല വില കൽപ്പിക്കുന്നുള്ളൂ. നന്മ എന്ന് പറഞ്ഞത് മാ ഹസ്സനഹു ശറഅ, ശറഇൽ നന്മയായി അള്ളാഹു നിശ്ചയിച്ചത് നന്മകളാണ്. സയ്യിഅത്ത് എന്ന് പറഞ്ഞത് മാ ഖബ്ബഹു അശ്ശറഅ, ശറഅ എന്ന് മോശമാക്കി വെച്ചുവോ അത് ഖബീഹാൻ, അത് മോശമാണ്. ഇന്ന് പുതിയ ഒരു തലമുറയുടെയൊക്കെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് നന്മയും തിന്മയും, പാപം തെറ്റുകൾ കുറ്റങ്ങൾ നന്മകൾ അങ്ങനെ രണ്ടായി തിരിക്കുന്നതിന് പകരം കുറച്ച് പുതിയ ചില വാക്കുകളൊക്കെ ഉപയോഗിച്ച് പിശാച് വളരെ ഗുരുതരമായ ഒരു ഇടപെടൽ നമ്മുടെ യുവാക്കളുടെയൊക്കെ ജീവിതത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അഭ്യസ്തവിദ്യരായ ആളുകളൊക്കെ നന്മ തിന്മ എന്ന വാക്ക് കേൾക്കാൻ പേടിയാണ്. അപ്പൊ അവർ പറയാത് ഫെയില്യൂർ ആൻഡ് സക്സസ്, വിജയവും പരാജയവും അങ്ങനെ കണക്കാക്കുക. സുബ്ഹാനല്ലാഹ്. ഹാപ്പിനെസ് ആൻഡ് സാഡ്നെസ്, ഒരു സന്തോഷം ഒരു സങ്കടം, അങ്ങനെയൊക്കെ ഉള്ളൂ. തെറ്റ് തിന്മ എന്ന് പറഞ്ഞ സംഗതി ഒന്നും ഇല്ല. മനുഷ്യന്റെ മനസ്സിന് ഒരു ഫീൽ, അതൊരു ബാഡ് ഫീലിംഗ് അല്ലെങ്കിൽ ഒരു നല്ല ഫീലിംഗ്, ഇങ്ങനെയൊക്കെ പറയേണ്ടതുള്ളൂ. അത് കേൾക്കാൻ രസമുള്ള സംഗതിയാണ്. ദുനിയാവിൽ ജീവിക്കുമ്പോൾ ടു ബി കൈൻഡ്, ടു ബി ഷെയറിംഗ് ആൻഡ് കെയറിംഗ്, ഇങ്ങനെ നല്ല നല്ല വാക്കുകൾ ഇങ്ങനെ പറയാം. ആളുകൾക്ക് ഗുണം ചെയ്യണം, നന്മ ചെയ്യണം, ദയാലുവായിരിക്കണം, അത്രയൊക്കെ മതി എന്ന് ഒരു മതനിരാസത്തിന്റെ ദീനിനെ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞു കൊണ്ടുപോകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. നന്മ തിന്മ എന്ന് പറയുന്നത് മനുഷ്യന്റെ കൂടെ അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു മലക്ക് ഖരീൻ, മനുഷ്യന്റെ കൂടെ ജിന്നിൽ നിന്ന് ഒരു ശൈത്താനുണ്ട്, മലക്കുകളിൽ നിന്നൊരു മലക്കും മനുഷ്യന്റെ കൂടെയുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ സഹാബികൾ ചോദിച്ചു, നബിയെ വമഅക, അങ്ങയുടെ കൂടെയും അങ്ങനെ ഒരു പിശാച്ചുണ്ടോ എന്ന് സഹാബികൾ ചോദിച്ചു. തങ്ങൾ പറഞ്ഞു, ഏതൊരാൾക്കും ഒരു പിശാച്ചും ഒരു മലക്കും ഉണ്ട്. സഹാബികൾ ചോദിച്ചു, അങ്ങേക്കുമുണ്ടോ നബിയെ? ഖാല ബല, ഉണ്ട്. വലാകിന്നഹു അസ്ലം, പക്ഷേ എന്റെ ജിന്ന് അവൻ മുസ്ലിമാണ്. ഫലാ യഅ്മുറുനി ഇല്ലാ ബിഖൈർ, അവൻ എനിക്ക് ഖൈർ മാത്രമേ കൽപ്പിക്കുകയുള്ളൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കാര്യം കൂടെ ചേർത്ത് പറയാണ്, പിശാച് ഇന്ന് ചെയ്യുന്ന പിശാചിന്റെ ഏറ്റവും വലിയ കുതന്ത്രം എന്ന് പറയുന്നത് പിശാചിന്റെ എക്സിസ്റ്റൻസ്, പിശാച് ഇല്ല എന്ന് വരുത്തി തീർക്കലാണ് പിശാചിന്റെ ഇന്നത്തെ ഏറ്റവും വലിയ അവന്റെ ട്രിക്ക്. അതാണ്. അത് ക്രിസ്ത്യാനികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വത്തിക്കാനിലെ ഒരു പ്രീസ്റ്റാണ് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഹാരി പോട്ടർ എന്ന പുസ്തകം വായിക്കരുതെന്നും യോഗ എന്ന് പറയുന്ന അഭ്യാസം ഹിന്ദു മതത്തിന്റെ ആചാരമാണ്, അത് ക്രിസ്ത്യാനിക്ക് പാടില്ലെന്നും പറഞ്ഞത് വത്തിക്കാൻ സിറ്റിയിൽ നിന്ന് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വന്ന ഒരു ചൂടുള്ള വാർത്തയാണ്. അതൊരു മുസ്ലിം ലോകത്ത് നിന്നായിരുന്നുവെങ്കിൽ വല്ലാത്ത പിന്തിരിപ്പന്മാർ, ഹാരി പോട്ടർ എന്ന ബെസ്റ്റ് സെല്ലർ പോലും വായിക്കണ്ട എന്ന് പറയുന്നവർ എന്ന് പറയപ്പെടുമായി. ഒന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. ഒന്ന് ഗൂഗിളൊക്കെ ഒന്ന് എടുത്ത് നോക്കൂ. എന്താ പറഞ്ഞ അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. എന്താ പറയുന്നത്? ഹാരി പോട്ടർ എന്നത് സിഹർ പഠിപ്പിക്കുന്ന സംഗതിയാണ്.
കുട്ടികൾക്ക് മാജിക് എന്ന രൂപേണ അത് പഠിപ്പിച്ചു കൊണ്ടുവരുന്നത് സിഹറാണ്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ പിശാച് മനുഷ്യനെ കൊണ്ട് സിഹർ ചെയ്യിപ്പിക്കാൻ പരിശ്രമിക്കുന്ന, അതിനേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന ഒരു പുസ്തകമാണ് ഹാരി പോട്ടർ. നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? അങ്ങനെയൊക്കെ ക്രിസ്ത്യാനികൾ മനസ്സിലാക്കി തുടങ്ങി. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അവർ പറയാണ് യോഗ പഠിക്കണ്ട, യോഗ ചെയ്യാൻ പാടില്ല. എന്തേ? അത് ഹിന്ദുവിന്റെ ആചാരമാണ്. അത് വെറുതെ ഒരു ബോഡി എക്സസൈസ് മാത്രമല്ല, അത് ഹിന്ദുവിന്റെ മതത്തിന്റെ ആചാരമാണ്. അത് ക്രിസ്ത്യാനിസത്തിലേക്ക് കടത്തിക്കൂട്ടരുത്. എന്നിട്ട് ആ പ്രീസ്റ്റ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ വായിച്ച താഴെ കാണുന്നു, പിശാചിന്റെ ഏറ്റവും വലിയ ട്രിക്ക് എന്ന് പറയുന്നത്, പിശാച് മനുഷ്യനെ കൊണ്ട് അവന്റെ എക്സിസ്റ്റൻസ്, പിശാച് ഉണ്ട് എന്ന് വിചാരിക്കരുത് മനുഷ്യൻ. പിശാച് ഇല്ല എന്ന് വരുത്തി തീർക്കാനാണ് പിശാച് ഇന്ന് പരിശ്രമിക്കുന്നത് എന്ന് ക്രിസ്ത്യാനിയായ വത്തിക്കാനിന്റെ ഇന്ന് ജീവിച്ചിരിപ്പുള്ള പ്രീസ്റ്റ് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ പിശാചിന്റെ കുബുദ്ധിയെ സംബന്ധിച്ച്? നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ പിശാച് എങ്ങനെയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന്? നമ്മൾ വായിക്കുന്നതോ കേൾക്കുന്നതോ അറിയുന്നതോ നമ്മൾ സ്വീകരിക്കുന്ന മീഡിയകൾ, ഇതിലൂടെയൊക്കെ എങ്ങനെ പിശാച് നമ്മുടെ അഅ്മാലുകൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? അവൻ ഉദ്ദേശിക്കുന്നത് മല പോലെയുള്ള അമലുകൾ മരിക്കുന്നതിന്റെ മുമ്പായി മനുഷ്യനെ കൊണ്ട് കഷ്ണം കഷ്ണമായി അവന്റെ അമലുകളൊക്കെ അവൻ കൊത്തി നുറുക്കി ഇല്ലാതെയാക്കി നാളെ അല്ലാഹുവിന്റെ തുലാസിലേക്ക് വെക്കുമ്പോ അമലുകളൊന്നും കാണുന്നില്ല, എല്ലാം ദുർബലമായി പോയിട്ടുണ്ട്, നന്മയുടെ തുലാസ് ഖനമില്ല. ഇത് വരുത്തി തീർക്കാൻ പിശാച് പരിശ്രമിക്കുമെന്ന് അള്ളാഹുവിനോട് വാക്ക് പറഞ്ഞവനാണ് ഇബ്ലീസ് ലഅ്നത്തുല്ലാഹി അലൈഹി. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഫിത്നകളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ, തലമുറകളെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ സമൂഹത്തിന്റെ യുവതലമുറയെ അല്ലാഹു ദീനിലേക്ക് കൊണ്ടുവരുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കണം, ദീനും ശരീഅത്തും ഇൽമിലൂടെയാണ് നിലനിൽക്കുന്നത്. ഇന്ന് മുസ്ലിം ചെറുപ്പക്കാരെന്ന് മാത്രമല്ല, അറബ് മുസ്ലിം രാജ്യങ്ങളിലുള്ള മുസ്ലിങ്ങളെന്ന് മാത്രമല്ല, മുസ്ലിം സമൂഹം ഒട്ടാകെ ദീൻ എന്താണ്, ഇസ്ലാമിന്റെ ആചാരം എന്താണ്, ഇസ്ലാമിന്റെ സംസ്കാരം എന്താണെന്ന് പഠിക്കുന്നുണ്ടോ? നമ്മൾ ഫ്രഞ്ച് റവല്യൂഷൻ പഠിക്കുന്നുണ്ട്, അമേരിക്കൻ ഫ്രീഡം വാർ പഠിക്കുന്നുണ്ട്, അല്ലെ, വേൾഡ് വാർ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പഠിക്കുന്നുണ്ട്, എന്തെല്ലാം പഠിക്കുന്നുണ്ട്. പക്ഷേ ഖുലഫാക്കളുടെ ജീവിതം പഠിക്കുന്നുണ്ടോ? ആരാണ് ഖുലഫാഉർ റാഷിദീങ്ങൾ? ആരാണ്? സുബ്ഹാനല്ലാഹ്. ഹബീബായ നബി തങ്ങളുടെ ചരിത്രം പഠിക്കുന്നുണ്ടോ? ജസീറത്തുൽ അറബിന്റെ ചരിത്രമുണ്ടോ? അറബ് സാഹിത്യം, ദീൻ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇംഗ്ലീഷ് മീഡിയത്തിലൂടെ അല്ലെങ്കിൽ നമ്മൾ മതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന മറ്റ് വിദ്യാഭ്യാസങ്ങളിൽ ഷേക്സ്പിയറുടെ ഒരു നോവലെങ്കിലും ഒരു ഡ്രാമയെങ്കിലും പഠിക്കാത്ത ഒരു ഗ്രാജുവേറ്റ് ഉണ്ടാവില്ല. ഷേക്സ്പിയർ അറിയാത്ത ഒരു ഇംഗ്ലീഷ് സംസാരിക്കുന്ന കുട്ടി ഉണ്ടാവില്ല. നമ്മൾ ആരുടെയെങ്കിലും ഇസ്ലാമിന്റെ ദീനിന്റെ ആലിമീങ്ങളിൽ കഴിഞ്ഞുപോയ മഹാസാഹിത്യകാരന്മാരുടെ ഏതെങ്കിലും വർക്കുകൾ നമ്മുടെ മക്കൾക്കറിയോ? അബൂ തമ്മാമിനെ കുറിച്ച് നമ്മുടെ മക്കൾക്കറിയുമോ? സുബ്ഹാനല്ലാഹ്. എത്രയേറെ അറബ് കവികൾ, അറബ് സാഹിത്യകാരന്മാർ, ദീനും ഖുർആനും മനസ്സിലാക്കാൻ സഹായിക്കുന്നവർ. നമ്മൾ അതൊന്നും മനസ്സിലാക്കുന്നില്ല. നമ്മൾ എന്തൊക്കെയോ മറ്റെന്തെങ്കിലും കിട്ടിയാൽ മതി, ഇത് വേണ്ട എന്ന ആ ഒരു രീതിയിലേക്ക് നമ്മുടെ പഠനങ്ങൾ, നമ്മുടെ അന്വേഷണങ്ങൾ, നമ്മുടെ സെർച്ചുകൾ ഒക്കെ തടഞ്ഞു നിൽക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് തുറക്കപ്പെട്ട് നമ്മുടെ അടിസ്ഥാനവും ഈ സമൂഹത്തിന്റെ അടിത്തറയും ദീനിന്റെ സംസ്കാരവും ചരിത്രവും അറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ നല്ല ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയൂ. അല്ലെങ്കിൽ ഈ തരത്തിലുള്ള എത്തീസം, ദീന് വേണ്ട, കുറച്ച് മോറൽസ് ഒക്കെ മതി എന്ന ഒരു തരത്തിലേക്ക് ആളുകൾ ചിന്തിച്ചു തുടങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോ അവർക്ക് തിന്മ എന്ന് പറയുമ്പോൾ അത് നീരസമാണ്. മരണത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യാനേ സമ്മതിക്കൂല. നോക്കുന്നുണ്ടോ എത്ര വലിയ ചിന്തകന്മാർ ലോകത്തുണ്ട്? ആരാ മരണത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്? ഭയങ്കര ആളുകളെ, ബുദ്ധിമാനികളായ ആളുകൾ. ആപ്പിൾ ഫോണുകൾ, ആപ്പിൾ ഐപോഡുകളൊക്കെ നമുക്കറിയാമല്ലോ. ആരാണ് അതിന്റെ മാനുഫാക്ചർ? അതിന്റെ CEO ആയിരുന്ന സ്റ്റീവ് ജോബ്. അദ്ദേഹത്തിന് ക്യാൻസർ ബാധിച്ചതിന്റെ ശേഷം അദ്ദേഹം യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളോട് സംസാരിച്ചപ്പോൾ അത്ഭുതകരമായി മരണത്തെ സംബന്ധിച്ച് തത്വസിദ്ധാന്തങ്ങളൊക്കെ പറഞ്ഞു. എപ്പോ തനിക്ക് ലങ്സ് ക്യാൻസർ ആണെന്ന് ബോധ്യമായപ്പോൾ അതിന് ശേഷം അദ്ദേഹം പല ഡിവൈസുകളും കണ്ടെത്തി. കേട്ടോ, ലോകത്ത് 3 ആപ്പിളുകളാണ് ചരിത്രത്തിൽ മാറ്റങ്ങൾ വരുത്തിയത് എന്നൊക്കെ സാഹിത്യകാരന്മാർ പറയും. 3 ആപ്പിളുകൾ ലോകത്ത് വലിയ മാറ്റങ്ങൾ വരുത്തിയെന്ന്. ഒന്നാമത്തെ ആപ്പിൾ നമ്മൾ പറയുന്നില്ല, ക്രിസ്ത്യാനികൾ പറയുന്നു ആദം നബി അലൈഹിസ്സലാം കഴിച്ചത് ആപ്പിൾ ആണ് എന്ന്. നമുക്കറിയില്ല. ലാ തഖറബ ഹാദിഹി ഷജറ. ആ ആപ്പിൾ കഴിച്ചപ്പോ
ദുന്യാവിലേക്ക് എത്തി. അതൊരു മാറ്റമാണ് എന്ന് പറയും. പിന്നെ ഒരു ആപ്പിൾ വീണത് ഐസക് ന്യൂട്ടന്റെ തലയിലേക്കാണ്. അങ്ങനെ അദ്ദേഹം റിലേറ്റിവിറ്റി, ഗ്രാവിറ്റേഷൻ തിയറി പഠിച്ചു, അല്ലെ? ആകർഷണ സിദ്ധാന്തത്തിന് വഴിതെളിച്ചത് സർ ഐസക് ന്യൂട്ടന്റെ തലയിലേക്ക് ആപ്പിൾ വീണപ്പോഴ. പിന്നത്തെ ഒരു ആപ്പിൾ നമ്മുടെ ഒക്കെ കൈകളിൽ ചെറുപ്പക്കാരൊക്കെ കൊണ്ടു നടക്കുന്ന ആപ്പിൾ ഫോൺ, സുബ്ഹാനല്ലാഹ്, ഭയങ്കര മാറ്റം വരുത്തി എന്നാണ്. ഭയങ്കര മാറ്റം. ഭയങ്കര ചിന്തകനായിരുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ ചെയ്തു പോയ വലിയ വലിയ ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ചരിത്രത്തിൽ. പാശ്ചാത്യന്മാരെ ഞാൻ സൂചിപ്പിക്കുന്നത്. ആരും മരണം എന്ന ആ ഒരു റിയാലിറ്റിയെ കുറിച്ച് മാത്രം പറയൂല. അത് പറയാൻ ധൈര്യപ്പെട്ടവർ ഞാൻ മരണത്തിന് അടിമപ്പെടാൻ പോവുകയാണെന്ന് ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞ ആളുകളെ അതിനെപ്പറ്റി പറഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ. മരണത്തെക്കുറിച്ച് മാത്രം പറയില്ല. മരണാനന്തര ജീവിതം എന്ത് സംഭവിക്കാൻ പോകുന്നു, ഇത് ലോകത്ത് ചർച്ച നടക്കരുത്. നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? എവിടെയെങ്കിലും കാണുന്നുണ്ടോ മരണത്തെ സംബന്ധിച്ചുള്ള ഒരു ചർച്ച നടക്കുന്ന ഒരു സെമിനാർ? മുസ്ലിമീങ്ങളല്ലാത്ത ഒരു സമൂഹത്തിന്റെ ഇടയിൽ, ക്രിസ്ത്യാനികൾക്കിടയിൽ പോലും നടക്കൂല. കാരണം പേടിയാണെന്നാണ്. കേട്ടു നിൽക്കൂല, പേടിയാണ്. എന്താണ് ഈ പേടി? യഖീൻ എന്നാണ് ഖുർആൻ വിളിച്ചത്. ഇത് യാഥാർത്ഥ്യമാണ്. ഇറ്റ്സ് ദ റിയാലിറ്റി. അത് മാത്രമാണ് യാഥാർത്ഥ്യം. ബാക്കിയൊക്കെ സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം, ലോട്ട്സ് ഓഫ് പ്രോബബിലിറ്റീസ്. പക്ഷേ മരണം എന്നത് ദാറ്റ്സ് സർട്ടൻ. അതിനെക്കുറിച്ച് മാത്രം ചർച്ച നടക്കുന്നില്ല. ഖുർആനിന്റെ പ്രസക്തി ഇവിടെയാണ്. മനുഷ്യന്റെ ജീവിതം മുഴുവനും ചൂഴ്ന്നു നിൽക്കുന്ന നിയമങ്ങളെ പഠിപ്പിക്കാനുള്ള അള്ളാഹുവിന്റെ ശരീഅത്ത്, അതേ നേരം മനുഷ്യ നീ കണ്ണു ചുമ്മി ലോകത്ത് നിന്ന് പോകേണ്ടവനാണ്. നിനക്ക് വരാൻ പോകുന്ന അടുത്ത ഒരു ലോകത്തിന്റെ ചിത്രം ഇതാണ്. അത് വ്യക്തമായി പഠിപ്പിച്ചു തരാണ്. അവ്യക്തതകളില്ല, വളരെ കൃത്യമാണ്. ഇത് പറയുന്ന ഒരു ഗ്രന്ഥം അള്ളാഹുവിന്റെ ഖുർആൻ അല്ലാതെ മറ്റൊന്നുമില്ല. അത് പഠിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് ജീവിതത്തിന്റെ മൂല്യം മനസ്സിലാവുക, അല്ലേ? ഖുർആൻ അറിഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണ് ആഖിറത്തെ സംബന്ധിച്ചുള്ള ചിന്ത വരിക? മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണത്തെ പേടിക്കുന്നില്ലല്ലോ. നമ്മൾ പേടിക്കേണ്ടവരല്ല, മരണത്തെക്കുറിച്ച് ബോധമുണ്ടായി ചിന്തിക്കേണ്ടവരാണ്. മരണാനന്തര ജീവിതം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വഅദുകൾ നമ്മൾ കേൾക്കുന്നവരാണ്. സുബ്ഹാനല്ലാഹ്, മരണം എന്നതിനെ ഒരു പ്രതിഭാസത്തെ പേടിപ്പിക്കരുത്. മരിക്കണല്ലോ എന്ന് പേടിപ്പിക്കരുത്. മരിക്കുക എന്നത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ എങ്ങനെ നേരിടണം എന്നതിനെ സംബന്ധിച്ചാണ് അവിടെ ചിന്തിപ്പിക്കേണ്ടത്. മരണം എന്നതിന് അത് യാഥാർത്ഥ്യമാണ്. അത് നമുക്ക് ഇറ്റ്സ് an unavoidable truth. നമുക്ക് ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റാത്തൊരു യാഥാർത്ഥ്യമാണ്. അത് എങ്ങനെ നേരിടണം, അവിടെയാണ് മുഅ്മിനായ മനുഷ്യൻ, അവിടെയാണ് ഈമാനിന്റെ പ്രസക്തി. മുഅ്മിനീങ്ങൾ അതിനെ സംബന്ധിച്ച് പേടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അഹ്ലുൽ മഅരിഫത്തിന്റെ അടുത്ത് മരണം എന്ന് പറഞ്ഞത് വിസ്വാലുൽ ഹബീബി ഇലൽ ഹബീബ് എന്നാ പറയാ. ഒരു ഹബീബിനെ കണ്ടുമുട്ടുന്ന ആ ഒരു ഘട്ടത്തിനാണ് മരണം എന്ന് പറയുക. അതായത് അള്ളാഹു എന്ന മെഹബൂബിനെ, അള്ളാഹുവിന്റെ ഖൽഖ് എന്ന ഒരു ഹബീബ് കണ്ടുമുട്ടുകയാണ്. അവിടെയാണ് മരണം എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. എന്ന് മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, നീ കരയേണ്ട പെണ്ണെ, നാളെ ഞാൻ ഹബീബായ നബിതങ്ങളെയും സഹാബത്തിനെയും കാണാൻ പോവല്ലേ, മരണപ്പെട്ടാൽ എന്തിനു പേടിക്കണം, എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് പറയിപ്പിച്ചത് ഈ ഈമാനാണ്, ആഖിറത്തെക്കുറിച്ചുള്ള ബോധമാണ്. മുഅ്മിനീങ്ങൾക്ക് ധൈര്യമായി ഇത് നേരിടാൻ കഴിയും. ജീവനെ പേടി ഭയങ്കരമാണ്. ഈ ഫയർ അലാമുകളും ഫയർ ഡിറ്റക്ടറുകളും സ്മോക്ക് ഡിറ്റക്ടറും ഇതൊക്കെ ഒരു സമൂഹം മരണത്തെ അങ്ങേയറ്റം പേടിച്ചതിന്റെ ഫലമായി ഉത്ഭവിച്ച മനുഷ്യന്റെ ഭൗതിക സംവിധാനങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മരണം എന്നത് ഭയങ്കര പേടിയാണ്. ഈമാനില്ലാത്ത ഒരു സമൂഹത്തിന്റെ ചിത്രം അങ്ങനെയാണ്. ശരിക്കും ആലോചിച്ച് നോക്കൂ. ശരീരത്തിനൊരു കുഴപ്പം പറ്റുകയെന്ന് പറഞ്ഞാൽ ദുന്യാവ് അവസാനിച്ചാൽ എല്ലാം തീർന്നുവല്ലോ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ ശിക്ഷ വെച്ചത് അന്നാർ വഅദഹല്ലാഹ്, അല്ലാഹു കരാർ ചെയ്യുന്നത്, അല്ലാഹു നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യുന്നത് തീ തന്നെയാണ്. ഏതൊരു തീയാണോ നിങ്ങൾ ഭയപ്പെടുന്നത്, ഏതൊരു തീയിൽ നിന്നാണോ മനുഷ്യൻ ഓടുന്നത്, അല്ലാഹു ശിക്ഷയാക്കി വെച്ച ഏറ്റവും വലിയ റബ്ബിന്റെ ജഹന്നമിന്റെ ശിക്ഷ എന്നത് നരകം, തീയാണ്. സുബ്ഹാനല്ലാഹ്. മനുഷ്യൻ ഇന്ന് ഏറ്റവും പേടിക്കുന്ന സംഗതി തീയാണ്. എങ്ങനെ, ഏത് ബിൽഡിങ്ങോ വാഹനോ എന്താലോചിച്ചു നോക്കിക്കോളൂ, മനുഷ്യന് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് തീയാണ്. സുബ്ഹാനല്ലാഹ്. അന്നാറു വഅദഹ, അല്ലാഹു കരാർ ചെയ്യുന്നതും തീ തന്നെയാണ്. ആർക്ക്? അല്ലാഹു പറഞ്ഞ പോലെ ഇവിടെ ജീവിക്കാത്തവർക്ക്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന സദസ്സിലാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്,
യാ ഉമർ, ഉമറേ, അല്ലാഹു നരകത്തെ 1000 വർഷം കത്തിക്കുകയും 1000 വർഷം കത്തിച്ചപ്പോൾ ആ നരകം ഫഹ്മറത്, ആ നരകത്തിന് ചുവപ്പ് നിറം കൈവന്നു. പിന്നെയും അല്ലാഹു നരകത്തെ 1000 വർഷം പിന്നെയും കത്തിച്ച് ചൂടാക്കിയപ്പോൾ ഫബിയല്ലത്, നരകത്തിന് വെളുത്ത നിറം കൈവന്നു. നരകത്തിന്റെ തീയിന്റെ നിറം പിന്നെ വെളുപ്പായി മാറി. പിന്നെയും അല്ലാഹു നരകത്തെ അൽഫസന 1000 വർഷം കൂടെ കത്തിച്ചതിന് ശേഷം ഫസ്വദ്ദത്, നരകം കറുത്തുപോയി. ഫഇന്നഹാ സൗദാഉ മുദ്ലിമ, നരകം കറുത്തതും ഇരുട്ടുള്ളതുമാണ് ഉമറേ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുമാത്രമോ ദുനിയാവിലെ തീയിന്റെ 70 ഇരട്ടിയോളം നരകത്തിന്റെ തീയിന് ചൂടും കൂടുതലാണ്. ഇത് പറഞ്ഞപ്പോ ഹബീബായ നബി തങ്ങളോട് ചോദിച്ചു ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഇന്നഹാ ലകഫത്, നബിയേ, ദുനിയാവിന്റെ നരകത്തിന്റെ ചൂടിന് എന്തിനാണ് ഇത്രയേറെ 70 ഇരട്ടിയോളം ചൂട് എന്തിനാണ് നബിയേ? ഇന്നഹാ ലകഫത്, ദുനിയാവിലെ നരകത്തിന്റെ ചൂട് തന്നെ മതിയായിരുന്നല്ലോ നബിയേ, എന്തിനാണ് ഇതിന്റെ 70 ഇരട്ടിയോളം അല്ലാഹു ചൂട് വർദ്ധിപ്പിച്ചതെന്ന് നരകത്തിന്റെ മഹാഗൗരവത്തെ ചിന്തിച്ചുകൊണ്ട് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിച്ചു പോയി, നബിയേ, ദുനിയാവിന്റെ തീ തന്നെ മതിയല്ലോ നബി, എന്തിനാണ് അല്ലാഹു അങ്ങനെ ആക്കി വെച്ചത്? സുബ്ഹാനല്ലാഹ്. ഇന്നഹാ സൗദാഉ മുദ്ലിമ, നരകം കറുത്തതാണ്, നരകം ഇപ്പൊ ഇരുട്ടാണ്, നരകത്തിന്റെ നിറം കറുപ്പാണ്. ഫഇദാ നുഫിഖ ഫിസ്സൂർ, സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെട്ടാൽ ഫലാ അൻസാബ ബൈനഹും, ആരും അവരുടെ തറവാട് പോലും ചോദിക്കുകയില്ല. ഇങ്ങനെ ഒരു പുനർജന്മം നൽകപ്പെടുന്നതിന്റെ ആ സൂർ എന്ന കാഹളത്തിലെ 2ാമത്തെ ഊത്തിലേക്കാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 1ാമത്തെ ഊത്ത് അള്ളാഹു ഇവിടെ പറഞ്ഞില്ല, മറ്റു സൂറത്തുകളിൽ അള്ളാഹു പരാമർശിച്ചു. 1ാമത്തെ ഊത്തോടുകൂടെ ഈ പ്രപഞ്ചം അതിന്റെ നാശം സംഭവിക്കാം. യൗമ നത്വിസ് സമാഅ കത്വയ്യിസ് സിജില്ലി ലിൽ കുതുബ്, يوم نطوي السماء كطي السجل للكتب كما بدأنا أول خلق نعيده وعدا علينا إنا كنا فاعلين. അല്ലാഹു ഈ പ്രപഞ്ചത്തെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ മറ്റൊരായത്ത് യൗമ നത്വിസ് സമാ കത്വയ്യി സിജില്ലി ലിൽ കുതുബ്, ഒരു പുസ്തകത്തിന്റെ കടലാസിന്റെ ഏട് ചുരുട്ടുന്ന പോലെ ആകാശലോകത്ത് നാം റോൾ ചെയ്യും എന്ന് അല്ലാഹു പറയാൻ, ചുരുട്ടും. കമാ ബദഅന അവ്വല ഖൽഖിൻ നുഈദു, അങ്ങനെ ചുരുട്ടിയാൽ ഒരച്ചം അതിന്റെ എഡ്ജുമായി എൻഡുമായി കൂട്ടുമുട്ടും. പ്രപഞ്ചത്തെ എവിടെ തുടങ്ങിയോ അവിടേക്ക് നാം കൊണ്ടുവരും. ഒരു വിസ്ഫോടനം തുടങ്ങിയാൽ അങ്ങനെ ഒരു വിസ്ഫോടനത്തിലൂടെ പ്രപഞ്ചത്തിന്റെ അന്ത്യം സംഭവിക്കുന്നു. ഒരു വികാസം കൊണ്ട് തുടങ്ങിയാൽ ആ വികാസം സങ്കുചിതമായി ആ സങ്കോചത്തിലൂടെ അള്ളാഹു ഈ പ്രപഞ്ചത്തിന്റെ എൻഡ് അള്ളാഹു നടത്തിവെക്കും എന്നൊക്കെ അത്ഭുതകരമായ അർത്ഥങ്ങളുള്ള ഒരു ആയത്താണ്. കമാ ബദഅന അവ്വല ഖൽഖിൻ നുഈദു. ഇവിടെ നമുക്ക് മനസ്സിലാകുന്ന വലിയ അത്ഭുതകരമായ ഒരു ഹദീസ്, ഹബീബായ നബി തങ്ങളുടെ ഈ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളുടെ വഫാത്തിന്റെ ശേഷം അവിടുത്തെ അസ്ഹാബിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, 1ാമത്തെ ഊത്തിന്റെ ശേഷം 2ാമത്തെ ഊത്തിന്റെ ഇടയിൽ ബൈനഹുമാ 40 ഉണ്ട്, രണ്ടിന്റെയും ഇടയിൽ. അപ്പോ കേട്ടു നിൽക്കുന്ന സ്വഹാബികൾ, അവിടുത്തെ അസ്ഹാബുകൾ ചോദിച്ചു, യാ അബാ അബ്ദുറഹ്മാൻ, അബൂ ഹുറൈറ തങ്ങളെ, ഈ 40 എന്ന് പറഞ്ഞത് 40 സന, 40 വർഷമാണോ? 40 ശഹ്റൻ ഒന്നും പറഞ്ഞില്ല. 40 ശഹ്റൻ, ഇത് 40 മാസമാണോ? ഫസകത 40 യൗമൻ, പിന്നെ ചോദിച്ചു, ഇതിന്റെ അർത്ഥം 40 ദിവസമാണോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ എന്നോട് ഇപ്പോൾ ചോദിക്കുന്ന പോലെ ഞങ്ങൾ സ്വഹാബികൾ ഹബീബായ തങ്ങളോട് ഇത് ചോദിച്ചിരുന്നു, നബിയേ, 40 ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് 40 വർഷമോ മാസമോ ദിവസമോ? തങ്ങൾ മറുപടി തന്നിട്ടില്ല. തങ്ങൾ അതിന് മറുപടി പറഞ്ഞിട്ടില്ല. 40 ഉണ്ട്, 40 കഴിഞ്ഞാലാണ് സൂർ എന്ന കാഹളത്തിൽ 2ാമത് ഊതപ്പെടുന്നത്. ഫലാ അൻസാബ ബൈനഹും. എന്തേ അങ്ങനെ ഒരു 40-നെ തങ്ങൾ വിശദീകരിക്കാതിരുന്നത്? ആ 40-ന്റെ ശേഷമാണ് ഈ ഊത്ത് നടക്കുന്നത്. ഫഇദാ നുഫിഖ ഫിസ്സൂർ ഫലാ അൻസാബ ബൈനഹും. എന്തേ ആ 40-നെ വിശദീകരിക്കാത്തത്?
ഉത്തരം വളരെ എളുപ്പമാണ്. ഒന്നല്പം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഒന്നാമത്തെ ഊത്തിന്റെ ശേഷമാണ് ഈ 40. അതെത്രയാണെന്ന് അല്ലാഹുവിനെ അറിയൂ. ഒന്നാമത്തെ ഊത്തിൽ എന്താ സംഭവിക്കുന്നത്? യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാത് വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. മനുഷ്യൻ അല്ലാഹു ജീവിക്കുവാൻ വളരെ പാകത്തിലും ഭംഗിയിലും സംവിധാനിച്ച ഭൂമിയുടെ സംവിധാനങ്ങൾ തകർക്കപ്പെടുകയും വസ്സമാവാത് ആകാശ ലോകത്തെ കോടാനുകോടി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും അവയുടെ സാറ്റലൈറ്റുകളും എല്ലാം തകർന്ന് ഇല്ലാതാവുകയും വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ സർവേശ്വരനായ അല്ലാഹുവിന്റെ നിയമത്തിന് അവർ കീഴടങ്ങി പ്രപഞ്ചം മുഴുവനും തകർന്ന് നശിക്കുകയാണ്. നക്ഷത്രങ്ങൾ ഇങ്ങനെ ഉതിർന്നു വീഴുന്നു. എന്താണ് ഈ സമയം എന്ന് പറഞ്ഞാൽ? സമയം എപ്പോഴാ ഉണ്ടാവുക? സമയം ഉണ്ടാവണമെങ്കിൽ ഭൂമി തിരിയണം, ഭൂമി സൂര്യന് ചുറ്റും കറങ്ങണം, ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും കറങ്ങണം. ഈ പ്രപഞ്ചഗോളങ്ങൾ കറങ്ങിയാലേ സമയം നമുക്ക് ഗണിക്കാൻ കഴിയൂ. സുബ്ഹാനല്ലാഹ്, ഒന്നാമത്തെ ഊത്തോടുകൂടെ ഭൂമിയില്ല, അല്ലെ? ചന്ദ്രനില്ല, സൂര്യനില്ല, നക്ഷത്രങ്ങളില്ല. പിന്നെ എവിടെന്നാ സമയം കണക്കാക്കുക? എങ്ങനെയാണ് പിന്നെ ഇതിന് ദിവസങ്ങളായി എണ്ണുക? എങ്ങനെയാണ്? സാധ്യല്ല. സമയം കണക്കാക്കാനുള്ള ഒരു സംഗതിയും പിന്നെ ബാക്കിയില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, അത്ഭുതകരമായ ഒരു ഹദീസ്. 40 40. പിന്നെ എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? അല്ലാഹു അഅലം, അത് അല്ലാഹുവിനെ അറിയും. ഫൈദാ നുഫിഖ ഫിസ്സൂർ. അങ്ങനെ അല്ലാഹുവിന്റെ ഭൂമിയിൽ ആദം നബി അലൈഹിസ്സലാം മുതൽ വന്ന മനുഷ്യർ മുഴുവനും, ആദം നബി അലൈഹിസ്സലാമിന് മുമ്പ് വന്നിട്ടുള്ള ജിന്നുകൾ, ഖിയാമത്ത് നാൾ വരെയുള്ള ജിന്നുകളും ശയാത്തീനുകളും മുഴുവനും, അതോടൊപ്പം ഭൂമിയിൽ കഴിഞ്ഞുപോയ, പ്രപഞ്ചത്തിൽ കഴിഞ്ഞുപോയ മുഴുവൻ ജീവജാലങ്ങളും എല്ലാറ്റിനുമുള്ള ഉയർത്തെഴുന്നേൽപ്പ്, റിസറക്ഷൻ അല്ലാഹു നൽകുന്ന ഊത്താണ്. സൂറെന്ന കാഹളത്തിൽ രണ്ടാമത് ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതുന്ന ഊത്ത് എല്ലാറ്റിനുമുള്ള ജീവിതം നൽകപ്പെടുന്ന ഒരു സമയമാണ്. അങ്ങനെയാണല്ലോ ബീബായ നബി തങ്ങൾ പറഞ്ഞു, മൃഗങ്ങളുടെ ലോകം വളരെ എളുപ്പമാണ്. അല്ലാഹു ഹത്താ യുഖ്തസ ലിൽ അജ്മായി മിനൽ ഖർനാ. കൊമ്പുള്ള ഒരാട് കൊമ്പില്ലാത്ത ഒരാടിനെ കുത്തി മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാളെ അല്ലാഹു മഹ്ശറയിൽ കൊമ്പില്ലാതിരുന്ന ആടിന് കൊമ്പ് വെച്ചു കൊടുത്ത് തന്നെ കുത്തി മുറിവേൽപ്പിച്ച ആടിനെ ഖിസാസ് എടുക്കാൻ അല്ലാഹു അനുവദിച്ചതിന്റെ ശേഷം അങ്ങനെ എല്ലാ ജീവജാലങ്ങൾക്കും സുബ്ഹാനല്ലാഹ്, പ്രപഞ്ചത്തിന്റെ സംവിധാനത്തിൽ അല്ലാഹുവിന് ചില അസ്റാറുകളുണ്ട്. ചിലരൊക്കെ പറയും, എന്തിനാ ഈ പാവപ്പെട്ട ജീവികളൊക്കെ സ്ട്രോങ് സപ്രസ് ദ വീക്ക്, അല്ലെ? വീക്കായി ദുർബലരായ ജീവികളെ ശക്തരായ ജീവികൾ ആക്രമിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്ത് നീതിയാണ് ഇവിടെ? പടച്ചോ നീതിമാനാണോ എന്ന് ചോദിക്കുന്ന നിരീശ്വരവാദികളൊക്കെ കാണാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് അനുവദിച്ച പോലെ ജീവജാലങ്ങൾക്കും ഒന്ന് മറ്റൊന്നിന് ഇരയായി ഭക്ഷണമായി അല്ലാഹു നിശ്ചയിച്ചതാണ്. പക്ഷേ അനീതി നടന്നിട്ടുണ്ടെങ്കിൽ ഏത് അനീതിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കോടതിയിൽ നീതി പ്രഖ്യാപിച്ചു കൊടുത്തതിന്റെ ശേഷം മാത്രമേ കൂനൂ തുറാബാ, നിങ്ങൾ മണ്ണായി മാറിക്കൊള്ളൂ എന്ന് ജീവജാലങ്ങളോട് പറയപ്പെടുന്നത് നീതി അല്ലാഹു കൊടുത്തതിന്റെ ശേഷമാണ് ജീവജാലങ്ങൾക്ക്. പിന്നെ മനുഷ്യന്റെ കാര്യം പറയണം. പ്രപഞ്ചത്തിൽ നിന്ന് അല്ലാഹു തആല നശ്ർ ബഅത്ത് നുശൂർ നടക്കാൻ പോകുമ്പോ അല്ലാഹുവിന്റെ ഭൂമി ഒരു സത്ഹ പോലെ, ഭൂമി എന്ന സ്ഫെറിക്കാണ്, സെമിസ്ഫെറിക്, ആ ഒരു രീതിയിൽ നിന്ന് മാറി ഭൂമി ഫ്ലാറ്റ് ആയിട്ട് വളരെ പരന്ന നിവർന്നു നിൽക്കുന്ന ഒരു മിമ്പർ പോലെ ഭൂമിയെ മാറ്റിയിട്ട് അവിടെ നിന്നാണ് കോടാനുകോടി ആളുകൾ എവിടെ വെച്ച് മരിച്ചുവോ അതിന്റെ മുഷാർ ഇലൈഹിയായ സ്ഥലത്ത് വെച്ച് അല്ലാഹു തആല ഓരോരുത്തർക്കും അല്ലാഹു ജന്മം കൊടുക്കുകയാണ്. അതിലാദ്യമായി തലപൊക്കുന്നത് മദീനയിൽ നിന്നാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബീബായ തങ്ങൾ കഴിഞ്ഞാൽ അംബിയാ മുർസലുകൾ ഓരോരുത്തരും എഴുന്നേൽക്കുകയായി. അംബിയാക്കന്മാർ എഴുന്നേൽക്കുന്നു. സുബ്ഹാനല്ലാഹ്, എല്ലാവരും എഴുന്നേറ്റ് കഴിഞ്ഞാൽ സ്വഹാബത്ത് എഴുന്നേൽക്കുകയായി. ഒക്കെ പെട്ടെന്ന് നടക്കുന്നു. പിന്നെ മുഅ്മിനീങ്ങൾ ഓരോരുത്തർ ഓരോരോ ഭാഗങ്ങളിൽ നിന്ന് എഴുന്നേൽക്കാൻ. ഫലാ അൻസാബ ബൈനഹും,
സുബ്ഹാനല്ലാഹ്, എഴുന്നേറ്റ് നോക്കുമ്പോൾ കാലഗണനയിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാകും. നൂറ്റാണ്ടും മരിച്ചുപോയ ആളിന്റെ കൂടെയായിരിക്കും ചിലപ്പോ 21-ാം നൂറ്റാണ്ടിൽ മരിച്ച ആൾ എഴുന്നേൽക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഫലാ അൻസാബ ബൈനഹും, കുടുംബക്കാരൊന്നും കാണുന്നില്ലല്ലോ. എന്റെ നസബുകൾ എവിടെ? നസീബ് എന്ന് പറഞ്ഞാൽ കുടുംബബന്ധമുള്ളവൻ എന്നാണ്. ഫലാ അൻസാബ ബൈനഹും, അവിടെ കുടുംബബന്ധങ്ങളൊന്നും അറിയണില്ല.